ഇത് എൻ്റെ വെള്ളരിയെന്ന് പറിച്ച വെള്ളരിക്കായ. ഇത് വെച്ചെന്ന് ഞാൻ വിചാരിച്ച ഒരു തോരൻ വയ്ക്കാമെന്ന്. വെള്ളരിക്ക എല്ലാം ചെത്തിക്കൊണ്ട് വരാം. വെള്ളരിക്ക എല്ലാം ചെത്തി ഞാനിങ്ങനെ ചെറിയ കഷ്ണമാക്കി വെച്ച്, എന്നിട്ട് കുറച്ച് അരിഞ്ഞും വെച്ച് ഇതിനിയും അരപ്പൊക്കെ കൂട്ടി ഒന്നെടുക്കാം. വെള്ളരിക്ക എല്ലാം അരിഞ്ഞ് കുറച്ച് സമയം ഉപ്പിട്ട് വെച്ച് എന്നിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഒത്തിരി വെള്ളമുണ്ടല്ലോ വെള്ളരിക്കായ്ക്ക്, അന്നേരം കുഴഞ്ഞിരിക്കും. ഉപ്പിട്ട് പിഴിഞ്ഞെടുക്കാമെങ്കിൽ ഒന്ന് തോർന്ന് കിട്ടും. ഇതിന് അരയ്ക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക്, കുറച്ച് കൊച്ചുള്ളി, ശകലം മഞ്ഞൾപ്പൊടി, ഇത്രയൊന്നും ഒതുക്കിക്കൊണ്ട് വരട്ടെ. ഉരുളി അടപ്പേ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. കടുകിട്ട് കടുകൊന്ന് പൊട്ടി ശകലം ഉഴുന്നൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഉള്ളിയല്ല മുളക്, സോറി, കറിവേപ്പില ഇട്ടു. അതൊന്ന് അരിഞ്ഞ് പിഴിഞ്ഞ് വെച്ച വെള്ളരിക്ക അതൊന്നിട്ട് ഇതൊന്ന് ശകലം വേവട്ടെ. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് അരപ്പൊക്കെ ഇടാം. ഒരു ശകലം വാടിയിട്ടുണ്ട്, വെന്തില്ല. ഇനി അരപ്പിടാം. ഉപ്പിട്ട് പിഴിഞ്ഞതായതുകൊണ്ട് ഉപ്പ് ഇട്ടിട്ടില്ല. അരപ്പിനകത്തൊരു ശകലം ഉപ്പിടണം. ഒരു ശകലം ഉപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ വെള്ളരിക്കാത്തോനെല്ലാം സെറ്റായിട്ടുണ്ട്, വെന്ത്. ഞങ്ങൾക്ക് നേരത്തെ ഇഷ്ടമല്ലായിരുന്നു. എല്ലാവരും പറയും വെള്ളരിക്ക തോരൻ വെക്കാൻ നല്ലതാണ്, പക്ഷേ ഇഷ്ടമല്ലായിരുന്നു. ഇന്നലെ ആണെങ്കിൽ എൻ്റെ മോള് കുറച്ചൊരു വെള്ളരിക്കയുടെ പകുതി എടുത്ത് തോരൻ വെച്ച്, അത് അന്നേരം തന്നെ എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം ഞാൻ പറഞ്ഞു ഇന്നുകൂടെ അതുപോലെ ഒന്ന് വെച്ചതാ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോള് വെച്ചതാ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നല്ല ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പൊളി സാധനം.